നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 9-ാം തീയതി 1202 ആണ്ട് കർക്കിടക മാസം 24-ാം തീയതി ഞായറാഴ്ച. ഇന്ന് മകയിരം നക്ഷത്രമാണ്, ഏകാദശിയാണ്. വ്രതമൊക്കെ എടുക്കുന്നവർക്ക്, ഏകാദശി വ്രതം ഒക്കെ നോക്കുന്നവർക്ക് ഇന്ന് അനുകൂലപ്രദമായ ദിവസമാണ്. കാരണം സൂര്യൻ്റെ ദിവസവും കൂടിയാണ്, പ്രപഞ്ചനാഥനായ സൂര്യൻ്റെ ദിവസമാണ്. മാത്രമല്ല ഇന്ന് ശുഭനക്ഷത്രമായ മകയിരം നക്ഷത്രമാണ്. അപ്പം ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും ശരിക്കും പറഞ്ഞാൽ അനുകൂലപ്രദമായ ദിവസമാണ് ഇന്ന്. അതായത് കർക്കിടക മാസത്തിലെ മകയിരം നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. അപ്പോൾ അവിടെ വാർഷിക ഫലമായിട്ടാണ് വരുന്നത്. ഫലത്തെ ചിന്തിക്കുമ്പോൾ അവർക്ക്, അതുകൊണ്ടാണ് ബർത്ത്ഡേക്ക് നമ്മൾ വളരെ പ്രാധാന്യം കൊടുക്കണേ. അന്ന് ബർത്ത്ഡേ അന്ന് വിശേഷ പ്രാർത്ഥനകൾ, അവർക്ക് സന്തോഷപ്രദമായ അവസ്ഥകൾക്ക് അന്ന് പ്രാധാന്യം കൊടുക്കും. കൊച്ചുകുട്ടി തൊട്ട് മുതിർന്നവർ വരെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട്. അത് ഒരു വർഷത്തെ ഫലത്തെ, ഒരു വർഷത്തെ വരവേൽക്കുകയാണ്, ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുകയാണ്. ഒരു വർഷം കൊഴിഞ്ഞു പോയി പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ സമയം നമുക്ക് വളരെ ശ്രദ്ധിച്ച് ആ ഒരു വർഷത്തെ പ്ലാൻ ചെയ്യണം. എപ്പോഴും ബർത്ത് തൊട്ട് ഒരു വർഷം ഏതൊക്കെ ദശ നിന്നാലും, ഏതൊക്കെ നക്ഷത്രം നിന്നാലും, ഏതൊക്കെ സമയം നല്ലതോ ചീത്ത നിന്നാലും ബർത്ത്ഡേക്ക് വളരെ പ്രാധാന്യമുണ്ട് ആ ദിവസത്തിന്. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷപ്രദമായ ഒരു വർഷം തന്നെയായിരിക്കും. സാമ്പത്തിക പുരോഗതിയെ കൊടുക്കും, പ്രശസ്തിയെ കൊടുക്കും, മറ്റ് അംഗീകാരങ്ങൾ നമുക്ക് ഓരോ മേഖലയിൽ നിന്നും ലഭിക്കും, ഇൻക്രിമെൻ്റ് കിട്ടും. ഓരോ പ്രൊഫഷനിലിരിക്കുന്നവർക്കും അതനുസരിച്ചിട്ടുള്ള ഗുണഫലങ്ങൾ സിദ്ധിക്കും. വിദ്യാഭ്യാസം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദ്യാ പുരോഗതി അല്ലെങ്കിൽ ഹയർ സ്റ്റഡീസിനെ സഹായിക്കും. ഇല്ല, വിദ്യയ്ക്ക് മന്ദതയിരിക്കുന്നവർക്ക് അവർക്ക് ആ മന്ദീഭാവം മാറുകയും അംഗീകാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വളരെ പുരോഗതി ഓരോ മേഖലയിലൂടെയും നമുക്ക് വന്നു ചേരും. അത് ജോലി ചെയ്യുന്നവരാവട്ടെ, ബിസിനസ് ചെയ്യുന്നവരാവട്ടെ, അവർക്ക് ഉയർച്ച ഉണ്ടാവുന്ന ഒരു വർഷമായിരിക്കും. നമ്മൾ ചെയ്യേണ്ടതും ഇത്ര മാത്രം. ഈ ഒരു വർഷക്കാലവും സൂര്യൻ പ്രപഞ്ചനാഥനാണ്. സൂര്യനിൽ നിന്ന് പോസിറ്റീവ് എനർജി സ്വീകരിക്കാൻ വേണ്ടി സൂര്യനെ പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മൾ വിചാരിക്കും സൂര്യനെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും പ്രത്യേക മന്ത്രം ജപിച്ചാലേ സൂര്യൻ പ്രസാദിക്കുകയുള്ളൂ. അങ്ങനെയൊന്നുമില്ല. പ്രപഞ്ചനാഥനായ സൂര്യനെ ഇഷ്ടദേവനായി സങ്കല്പം ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചുകൊള്ളുക. അപ്പോൾ നിങ്ങൾക്ക് സൂര്യനിൽ നിന്ന് എനർജി കിട്ടും. നമ്മളെ തടസ്സം മാറി നമുക്ക് ആ ഒരു വർഷവും നമ്മളെ മുന്നോട്ട് നയിക്കാനുള്ള എനർജി ലഭിക്കും. അതുപോലെ ഇന്നത്തെ ദിവസം ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും ശ്രദ്ധിച്ച് ഇറങ്ങണം. പ്രത്യേകിച്ച് രാഹുകാല സമയം നോക്കി യാത്ര തിരിക്കണം. യാത്രയ്ക്ക് മാത്രമേ രാഹുകാലം ഉള്ളൂ. രാഹുകാലം നോക്കി യാത്ര തിരിക്കണം. ഇന്ന് 5:09 തൊട്ടാണ് രാഹുകാലം ആരംഭിക്കുന്നത്. 6:41 വരെ രാഹുകാല സമയമുണ്ട്. രാഹുകാല സമയം നമുക്ക് യാത്രയ്ക്കെടുക്കരുത്. നമ്മളെപ്പോഴും പഞ്ചാംഗമൊക്കെ നോക്കിയിട്ട് അല്ലെങ്കിൽ കലണ്ടർ നോക്കിയിട്ടാണ് രാഹുകാലം ഇറങ്ങുന്നത്. രാഹുകാലം കലണ്ടറിലൊക്കെ ഇട്ടിങ്ങനെ സൂര്യോദയത്തെ ആസ്പദമാക്കി ഓരോ ദിവസത്തിലും വ്യത്യാസം വരാം. രാഹുകാലം 4:30 മുതൽ 6 മണി വരെ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 5:09 തൊട്ടേ ആരംഭിക്കുകയുള്ളൂ. 6:41 വരെ ഉണ്ട് താനും. ഈ സമയം ശുഭയാത്രയ്ക്കെടുക്കരുത്. അതുപോലെ ഒരു കാര്യത്തിന് എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികൻ്റെയും യമകണ്ഠൻ്റെയും കാലഘട്ടം. അതിൽ ഗുളിക കാല സമയം വരുന്നത് 3:36 തൊട്ട് 5:09 വരെയും യമകണ്ഠകാല സമയം വരുന്നത്
12:30 തൊട്ട് 2:03 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. ഇന്ന് നമുക്ക് അഭിജിത്ത് മുഹൂർത്തമുണ്ട്, എല്ലാ ദിവസവും ഉണ്ട് അഭിജിത്ത് മുഹൂർത്തം. അല്ലാത്ത മുഹൂർത്തം ഇല്ലാത്ത ദിവസങ്ങളിൽ പോലും അഭിജിത്ത് മുഹൂർത്തത്തിന് പ്രാധാന്യമുണ്ട്. മുഹൂർത്തങ്ങളുടെ രാജാവാണ്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:06 തൊട്ട് 12:54 വരെ വരണ സമയം. ഈ സമയത്തിൽ ഇടയ്ക്കൊരു 4 മിനിറ്റ് ഒഴിച്ച് 48 മിനിറ്റ് 44 മിനിറ്റും നമുക്കെടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. ശരിക്കും താമരപ്പൂവിൻ്റെ കളറോ അല്ലെങ്കിൽ സൂര്യഭഗവാന്റെ കളറ് എന്ന് പറയുമ്പോൾ എല്ലാ കളറും സൂര്യൻ്റെ കളറ് തന്നെ. മങ്ങിയ കളറുകൾ ഏതെടുത്താലും ദോഷപ്രദമല്ല. അതുപോലെ ശരിക്ക് ഹാഫ് വൈറ്റിലുള്ള വൈറ്റ്, ഹാഫ് വൈറ്റ്, ഫുൾ വൈറ്റ് അല്ല, ഹാഫ് വൈറ്റിലുള്ളതോ അല്ലെങ്കിൽ താമരപ്പൂവിൻ്റെ കളറോ ഒക്കെ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായിരിക്കും. എല്ലാവർക്കും ഈ ദിവസം നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.